learn commerce. Please like, share and subscribe. Hi all, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകളുടെ ടൈപ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ടു ഹെൽപ്പ് ബിസിനസ്മാൻ. ബിസിനസ്മാനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ദീസ് ബാങ്ക്സ് കളക്ട് മണി ഫ്രം ജനറൽ പബ്ലിക്. അവർ ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മണി കളക്ട് ചെയ്യുന്നത് ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ്. ഇറ്റ് ഗിവ്സ് ഷോർട്ട് ടേം ലോൺസ് ടു ബിസിനസ് മാൻ ബൈ വേ ഓഫ് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ഇങ്ങനെയുള്ള ഫോമുകളിൽ ഷോർട്ട് ടേം ലോൺസ് അത് ബിസിനസ് മാനിന് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് പ്രൊവൈഡ് വേരിയസ് സർവീസസ് ലൈക്ക് കളക്ടിങ് ചെക്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, റെമിറ്റൻസ് ഓഫ് മണി ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ് ജനറൽ പബ്ലിക്കിന് കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് ബിസിനസ്മാനൊക്കെ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ ഉപരി അവർ വേറെയും കുറേ ഫങ്ഷൻസ് അല്ലെങ്കിൽ സർവീസസ് ചെയ്യാറുണ്ട്. ലൈക്ക് എന്താണ്, ചെക്കുകൾ കളക്ട് ചെയ്യുക, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ റെമിറ്റൻസ് ഓഫ് മണി, ഇതൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത്തരം ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ഓർക്കേണ്ടതാണ്, കൊമേഴ്ഷ്യൽ പർപ്പസിന് ഫോം ആയിട്ടുള്ള ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. Next type industrial banks ആണ്. They are banks which provide long term capital and loans to industry. ഇൻഡസ്ട്രീസിന് ലോങ് ടേം ക്യാപിറ്റലും ലോങ് ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. They also provide services such as subscription of shares, underwriting, technical assistance, etc. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോൺസ് കൊടുക്കുന്നതിന് ഉപരി അവരെന്ത് ചെയ്യാറുണ്ട്, ഷെയർസ് അവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ഷെയർസിൻ്റെ അണ്ടർ റൈറ്റിംഗ് അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇൻ ഇന്ത്യ ദ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആർ പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് IFCI, സിഡ്ബി, നബാർഡ്. അപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്കുകൾ ചെയ്യേണ്ട മീൻസ് ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഇന്ത്യയിൽ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ടുള്ള IFCI, സിഡ്ബി, നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളാണ്. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആണ്. ദേ ആർ ബാങ്ക്സ് വിച്ച് പ്രൊവൈഡ് ഫിനാൻസ് ടു ദി അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സും സ്മോൾ ഫിനാൻസ് ബാങ്ക്സും ആണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്നുള്ള സെപ്പറേറ്റ് ബാങ്കിങ് ടൈപ്പ് ഇന്ത്യയിൽ നിലവിലില്ല. അപ്പോൾ അവരുടെ മെയിൻ പർപ്പസ് ഓർക്കുക, അഗ്രികൾച്ചർ സെക്ടറിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എക്സ്ചേഞ്ച് ബാങ്ക്സ്. എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ബാങ്ക്സ് ദാറ്റ് ഫിനാൻസസ് ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സിനെ ഫിനാൻസ് ചെയ്യുന്ന ബാങ്കുകളാണ് എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്, അതാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് എന്ന് പറയുന്നത്, എക്സ്പോർട്ടും ഇമ്പോർട്ടും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് എക്സ്ചേഞ്ച് ബാങ്ക്സ്. ദേ ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു ഇമ്പോർട്ടേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ റെമിറ്റൻസ്. ഇന്റർനാഷണൽ റെമിറ്റൻസിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടേഴ്സിന്, ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ബാങ്ക്സ് ആണ്. ഇൻ ഇന്ത്യ എക്സ്ചേഞ്ച് ബാങ്കിങ് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ഇന്ത്യ എക്സിം ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ഇന്ത്യയിൽ എക്സ്ചേഞ്ച് ബാങ്കിങ് ഫങ്ഷൻസ് ചെയ്യുന്ന ബാങ്കുകളാണ് എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കും അതുപോലെ തന്നെ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും. നെക്സ്റ്റ് കാറ്റഗറിയാണ് സേവിംഗ് ബാങ്ക്സ്. ദേ ആർ ബാങ്ക്സ് ദാറ്റ് സ്പെഷ്യലൈസ് ഇൻ ദി മൊബിലൈസേഷൻ ഓഫ് സ്മോൾ സേവിങ്സ് ഓഫ് ദ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്. മിഡിൽ ഇൻകം അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിന്റെ ചെറിയ ചെറിയ സേവിങ്സ്, സ്മോൾ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് സേവിംഗ് ബാങ്ക്സ്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഏണിംഗ് വളരെ കുറവായിട്ടുള്ള ആളുകളുടെ ചെറിയ ചെറിയ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ സേവിംഗ് ബാങ്ക് ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആൻഡ് ഇന്ത്യ പോസ്റ്റ് എക്സെട്ര. അപ്പോൾ ഇന്ത്യയിൽ സേവിംഗ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും സ്മോൾ ഫിനാൻസ് ബാങ്ക്സും ഇന്ത്യ പോസ്റ്റ് അങ്ങനെയുള്ള ബാങ്കുകളാണ്. നെക്സ്റ്റ് വൺ പേയ്മെന്റ് ബാങ്ക്സ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലവിലുള്ള ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബാങ്ക് ആണ് പേയ്മെന്റ് ബാങ്ക്. ദേ ക്യാൻ ആക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് മാക്സിമം 1 lakh ആൻഡ് ഫെസിലിറ്റേറ്റ്
payments, they cannot accept fixed and recurring deposits. അപ്പോൾ ഇത്തരം ബാങ്കുകൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റോ റിസീവ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് they can accept demand deposits. അവർക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് മാക്സിമം 1 lakh വരെ റിസീവ് ചെയ്യാം ആൻഡ് ഫെസിലിറ്റേറ്റ് പേയ്മെൻറ്റ്സ്. ഇനി ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് നമുക്ക് പേയ്മെൻറ്റ് ബാങ്കിൽ 1,00,000 രൂപ വരെ നിക്ഷേപിക്കാം. അത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മളെപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു ആ ടൈമിൽ ബാങ്ക് നമുക്കത് തിരിച്ചു തരും. അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് പേയ്മെൻറ്റ്സും നടത്താൻ പറ്റും. പേയ്മെൻറ്റ് ബാങ്ക് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. അപ്പം പേയ്മെൻറ്റ് ബാങ്ക്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലെൻഡ് ചെയ്യുന്നില്ല. ക്യാഷ് ആർക്കും ലോൺ ആയിട്ടൊന്നും കടം കൊടുക്കുന്നില്ല. They can issue ATM or debit card. അവർക്ക് ATM കാർഡോ ഡെബിറ്റ് കാർഡോ ഇഷ്യൂ ചെയ്യാൻ കഴിയും. ബട്ട് കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ്സ് അവർക്ക് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. പേയ്മെൻറ്റ് ബാങ്ക്സ് എല്ലാം പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 11 payment banks were sanctioned in 2015, but only 6 are now operating in India. ഇന്ത്യയിൽ 2015-ലാണ് പേയ്മെൻറ്റ് ബാങ്ക്സിനെ സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. അന്ന് 11 പേയ്മെൻറ്റ് ബാങ്ക്സ് ആയിരുന്നു സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 6 പേയ്മെൻറ്റ് ബാങ്ക്സ് മാത്രമേ ഉള്ളൂ. അവരുടെ പേരുകളാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ജിയോ പേയ്മെൻറ്റ് ബാങ്ക്, NSDL പേയ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള പേയ്മെൻറ്റ് ബാങ്ക്സ്. ഇതിൽ നമുക്ക് ഏറ്റവും ഫെമിലർ ആയിട്ടുള്ളത് പേടിഎം ആണ്. ഓർക്കുക, പേടിഎം ഒരു പേയ്മെൻറ്റ് ബാങ്ക് ആണ്. പേടിഎമ്മിന് 1,00,000 രൂപ വരെ അതിലേക്ക് അതിൻ്റെ വാലറ്റിലേക്ക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്കത് പേയ്മെൻറ്റ്സ് നടത്താനും കഴിയും. നെക്സ്റ്റ് വൺ, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഓർ SFB, ടൈപ്പ് ഓഫ് നിഷ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ 2015. 2015 ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നിഷ് ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. ദ പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് സർവീസസ്, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡ് മണി. ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവീസസ് ആയിട്ടുള്ള ഡെപ്പോസിറ്റിൻ്റെ ആക്സെപ്റ്റൻസും അതുപോലെ തന്നെ ക്യാഷ് ലെൻഡ് ചെയ്യുന്നത് അവരുടെ ബേസിക് ഫങ്ഷൻസ് ആണ്. 75% ഓഫ് ഇറ്റ്സ് ലെൻഡിങ് ഈസ് റിസർവ്ഡ് ടു പ്രയോറിറ്റി സെക്ടർ. പക്ഷെ ഇത് ലെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ലെൻഡിങ്ങിൻ്റെ 75%ഉം പ്രയോറിറ്റി സെക്ടറിലേക്കാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് 75% ലോൺ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൻ്റെ 75%ഉം അവർ പ്രയോറിറ്റി സെക്ടറിനാണ് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് പുവർ പീപ്പിൾ, വളരെ വരുമാനം കുറഞ്ഞ ആളുകളായിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകൾ, മാർജിനൽ ഫാർമേഴ്സ്, സ്മോൾ ബിസിനസ്, അൺബാങ്ക്ഡ് സെക്ഷൻസ്, ഇവരൊക്കെയാണ് പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ ആണ് 75%ഉം അത് അതിൻ്റെ ടോട്ടൽ ലെൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട് റൂറൽ ആൻഡ് സെമി അർബൻ സേവിങ്സ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയാസിലുള്ള സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദർ ആർ നോ റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ഇത്തരം ബാങ്കുകൾക്ക് എവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെയുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻസ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എസ്റ്റാബ്ലിഷ്ഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അറ്റ് പ്രസന്റ് November 2020 there are 10 SFBs in India. Example, Capital Local Area Bank, ISAF, etc. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 2020 നവംബറിലെ കണക്ക് പ്രകാരം 10 സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് ഉള്ളത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക്. അതാണ് ഫസ്റ്റത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇന്ത്യയിലെ ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക്. നെക്സ്റ്റ് ഇസാഫ് ആണ്. ഇസാഫും സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ടൈപ്പ്, സെൻട്രൽ, ഫെഡറൽ ഓർ നാഷണൽ ബാങ്ക്സ്. ഇപ്പോൾ ഓരോ രാജ്യത്തിനും സെൻട്രൽ ബാങ്ക് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എവറി കൺട്രി ഓഫ് ദ വേൾഡ് ഹാസ് സെൻട്രൽ ബാങ്ക്. ഇൻ ഇന്ത്യ RBI, ഇൻ USA ഫെഡറൽ റിസർവ്, ഇൻ UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ദീസ് സെൻട്രൽ ബാങ്ക്സ് ആർ ബാങ്കേഴ്സ് ഓഫ് ദി അതർ ബാങ്ക്സ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് മറ്റുള്ള ബാങ്കുകൾക്ക്, ആ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റു ബാങ്കുകളുടെ ബാങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കാണ്. It provides specialized functions, that is issue of paper currency, working as bankers of government, supervising and controlling foreign exchange, etc. അപ്പോൾ
ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അത് മാത്രം ചെയ്യുന്ന കുറേ സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ ഉണ്ട്. ലൈക്ക് എന്താണ്, ആ രാജ്യത്തിൻ്റെ പേപ്പർ കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിനെ സൂപ്പർവൈസ് ചെയ്യും കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ് ചെയ്യുന്ന ബാങ്കാണ് ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക്. എ സെൻട്രൽ ബാങ്ക് ഈസ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതല്ല, ആ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ദി പബ്ലിക്, ഇറ്റ് ഡീൽസ് വിത്ത് ദി അതർ ബാങ്ക്സ്. അപ്പോൾ പബ്ലിക്കിന് നേരിട്ട് ലോൺ കൊടുക്കുക, നേരിട്ട് ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുക, അതൊന്നും സെൻട്രൽ ബാങ്ക് ചെയ്യില്ല. അവർ മറ്റുള്ള ബാങ്കുകളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.